നമസ്കാരം ഫ്രണ്ട്സ്, എല്ലാവർക്കും റീസ്റ്റാർട്ട് പി എസ് സിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ പേപ്പറിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ന്യൂസുമായിട്ടാണ് ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത്. നമ്മൾ ഓരോ ഇന്ത്യക്കാരനും അഭിമാനം കൊള്ളുന്ന ISRO എന്ന നമ്മുടെ അഭിമാന പ്രസ്ഥാനം ഇന്ന് മറ്റൊരു അഭിമാന നേട്ടം കൂടി കയ്യെത്തിയിരിക്കുകയാണ്. ISROയുടെ സതീഷ് ധവാൻ സ്പേസ് സെൻറ്റർ ശ്രീഹരിക്കോട്ടയിലെ റോക്കറ്റ് ലോഞ്ചിങ് സ്റ്റേഷനിൽ നിന്നുള്ള 100ാമത്തെ വിക്ഷേപണം പൂർത്തിയാക്കിയിരിക്കുകയാണ്. ശ്രീഹരിക്കോട്ടയിൽ നിന്നും 1971 ശ്രീഹരിക്കോട്ടയിലെ ബഹിരാകാശ കേന്ദ്രം പ്രവർത്തനം ആരംഭിച്ചത്. അന്ന് മുതൽ ഇന്ന് വരെ 45 വർഷത്തിനുള്ളിൽ 1971 പ്രവർത്തനം ആരംഭിച്ച് 1979 ആദ്യത്തെ വിക്ഷേപണം നടത്തി 2025 എത്തി നിൽക്കുമ്പോഴേക്കും 100 വിക്ഷേപണങ്ങളാണ് പൂർത്തിയായിരിക്കുന്നത്. അതിൽ തന്നെ ചന്ദ്രയാൻ 1, ചന്ദ്രയാൻ 2, ചന്ദ്രയാൻ 3, മംഗൾയാൻ, ദെൻ ആദിത്യ L1 മിഷൻ തുടങ്ങിയ വളരെ പ്രധാനപ്പെട്ട നമ്മുടെ അഭിമാനമായിട്ടുള്ള പല മിഷനുകളും റോക്കറ്റ് ലോഞ്ച് ചെയ്തത് ശ്രീഹരിക്കോട്ട സ്പേസ് സെൻറ്ററിൽ നിന്നാണ്. ആ കാര്യങ്ങളൊന്ന് പ്രത്യേകം ശ്രദ്ധിച്ചു വയ്ക്കുക. 100ാമത്തെ ദൗത്യം NVS 2 എന്ന ഉപഗ്രഹത്തെ 19 മിനിറ്റിൽ ഭൂസ്ഥിര ഭ്രമണപഥത്തിൽ എത്തിച്ചുകൊണ്ടാണ് ഈ 100ാം വിക്ഷേപണം വിജയിച്ചുകൊണ്ട് നമ്മൾ നേട്ടം കൊയ്തിട്ടുള്ളത്. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. 2002 സതീഷ് ധവാൻ സ്പേസ് സെൻറ്റർ എന്ന് ശ്രീഹരിക്കോട്ട റേഞ്ചിൻ്റെ പേര് മാറ്റിയത്. ദെൻ ആദ്യത്തെ വിക്ഷേപണമായിട്ടുള്ള ഇന്ത്യയുടെ പൂർണ്ണ വിജയമായിട്ടുള്ള ആദ്യത്തെ വിക്ഷേപണം രോഹിണി ഉപഗ്രഹത്തിൻ്റെ വിക്ഷേപണമാണ്. അതുമുതൽ ഇന്നേക്ക് 100ാമത്തെ NVS 2 എന്ന ഉപഗ്രഹത്തെ വിക്ഷേപിച്ച് നിൽക്കുന്നത് വരെ ശ്രീഹരിക്കോട്ട സ്പേസ് സെൻറ്ററിലാണ് എന്നുള്ള കാര്യം ശ്രദ്ധിച്ചു വയ്ക്കുക. 548 ഉപഗ്രഹങ്ങളെയാണ് ഇവിടെ നിന്ന് നമ്മൾ വിക്ഷേപിച്ചിട്ടുള്ളത്. 548 ഉപഗ്രഹങ്ങളെ. ദെൻ ഇസ്രോയിൻ്റെ തലപ്പത്തെത്തിയിട്ടുള്ള മലയാളികളെ നമ്മളൊന്ന് പ്രത്യേകം ശ്രദ്ധിച്ചു വയ്ക്കുക. ആദ്യത്തത് MGK മേനോൻ, ദെൻ K കസ്തൂരിരംഗൻ, അതിനുശേഷം G മാധവൻ നായർ, ദെൻ K രാധാകൃഷ്ണൻ, S സോമനാഥ്. ലാസ്റ്റ് 2022 മുതൽ 2025 വരെ, ഈ ഇടയ്ക്കാണ് അദ്ദേഹം സ്ഥാനമൊഴിഞ്ഞത്. അതുവരെ മലയാളികളായിട്ടുള്ള 5 പേരാണ് ISROൻ്റെ തലപ്പത്ത് എത്തിയിട്ടുള്ളത്. നമുക്കറിയാം ചാന്ദ്രയാൻ ദൗത്യം ചാന്ദ്രയാൻ വിക്ഷേപണ സമയത്ത് G മാധവൻ നായരും, മംഗൾയാൻ വിക്ഷേപണ സമയത്ത് രാധാകൃഷ്ണനും, അതുപോലെ തന്നെ ചാന്ദ്രയാൻ 3ൻ്റെ വിക്ഷേപണ സമയത്ത് സോമനാഥുമായിരുന്നു മലയാളികൾക്ക് അഭിമാനമായിട്ടുള്ള ISROയുടെ ചെയർമാൻമാർ. ദെൻ ISROയുടെ ഇതുവരെയുള്ള റോക്കറ്റുകളിൽ നമ്മൾ വികസിപ്പിച്ചെടുത്ത റോക്കറ്റുകൾ ഏതൊക്കെയാണെന്ന് കൂടി നോക്കുകയാണ്. SLV 3, ദെൻ ASLV, ദെൻ PSLV, നമ്മുടെ അഭിമാനമായിട്ടുള്ള PSLV, ദെൻ നമ്മൾ ഏറ്റവും ശക്തിയേറിയ റോക്കറ്റ് GSLV MK2 ഉണ്ട്, GSLV MK3 ഉണ്ട്. GSLV MK3ക്കാണ് കൂടുതൽ പേലോഡിനെ വഹിക്കാനുള്ള ശേഷിയുള്ളത്. ഇതിൽ ഏറ്റവും കൂടുതൽ നമുക്ക് വിജയം സമ്മാനിച്ചിട്ടുള്ളത് PSLV തന്നെയാണ്. നമ്മുടെ ബാഹുബലി എന്നൊക്കെ അറിയുന്ന GSLV ആണ് ഇപ്പോഴത്തെ പ്രധാന ദൗത്യങ്ങൾക്ക് നമ്മൾ ഉപയോഗിക്കാറുള്ളത്. നമ്മുടെ ഈ വിക്ഷേപണമായിട്ടുള്ള NVS 2 ഉപഗ്രഹം വിക്ഷേപിച്ചതും GSLV 15 എന്ന റോക്കറ്റിലൂടെയാണ്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു വയ്ക്കുക. ഏത് റോക്കറ്റിലാണ് വിക്ഷേപണം നടത്തിയത്, ഏതായിരുന്നു ഉപഗ്രഹം എന്നൊക്കെയുള്ള കാര്യങ്ങൾ ചോദിക്കും. നമ്മുടെ ഈ NVS ഉപഗ്രഹത്തെക്കുറിച്ച് കൂടി നമുക്കൊന്ന് നോക്കാം. നാവിക് എന്ന നമുക്ക് അറിയാം GPS എന്നൊരു സംവിധാനം ഉണ്ടല്ലേ, അത് അമേരിക്കയുടെയാണ്. അതിന് പകരമായിട്ട് ഇന്ത്യയുടെ സ്വന്തമായിട്ടുള്ളൊരു സിസ്റ്റം തയ്യാറാക്കിയെടുക്കുക. ഇന്ത്യക്ക് സ്വന്തമായിട്ട് ഗതി ദിശ നിർണയ ആവശ്യങ്ങൾക്കായിട്ട് വികസിപ്പിച്ചെടുത്ത ഒരു ശ്രേണിയാണ് ഈ നാവിക് ശ്രേണി എന്ന് പറയുന്ന ഉപഗ്രഹങ്ങൾ. നാവിഗേഷൻ വിത്ത് ഇന്ത്യൻ കോൺസ്റ്റലേഷൻ എന്നാണ് നാവിക്കിൻ്റെ ഫുൾ ഫോം. നാവിക്കിൻ്റെ ശ്രേണിയിലെ ആദ്യത്തെ ഉപഗ്രഹം നമ്മൾ 2023 മെയ് 29 വിക്ഷേപിച്ചിരുന്നു. 2023 മെയ് 29 വിക്ഷേപിച്ചിരുന്നു. GPS-നെ ഗതി ദിശാ നിർണ്ണയങ്ങളുടെ ആവശ്യങ്ങൾക്കായിട്ട് അമേരിക്കയുടെ GPS-നെ ആശ്രയിക്കുന്നതിന് പകരമായി സ്വന്തമായിട്ട് നമ്മൾ സ്വയം പര്യാപ്തത എത്തിക്കുക എന്നുള്ള ലക്ഷ്യത്തിലാണ് ഈ നാവിക് വികസിപ്പിച്ചെടുത്തിട്ടുള്ളത്. ദെൻ നമ്മുടെ രാജ്യം മുഴുവൻ ഈ നാവിക്കിൻ്റെ അണ്ടറിലെ കൺട്രോളിൽ വരും, നമുക്ക് നിരീക്ഷിക്കാൻ സാധിക്കും. ദെൻ രാജ്യത്തിന് പുറമേയുള്ള ഒരു 1500 കിലോമീറ്റർ ചുറ്റളവുകളിലടക്കം നമുക്ക് അതിൻ്റെ റേഞ്ച് എത്തിക്കാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. നാവിക് എന്ന് പറയുന്നത് നമ്മുടെ സ്വന്തം ഗതി ദിശ നിർണയ ഉപഗ്രഹമാണ്. അതിലെ 2ാമത്തെ ഉപഗ്രഹം കൂടി നമ്മളിപ്പോൾ വിക്ഷേപിച്ചു. ആ വിക്ഷേപണം വിജയകരമായിട്ട് നമ്മൾ പൂർത്തിയാക്കാൻ സാധിച്ചു എന്നുള്ളതാണ് ഇപ്പോഴത്തെ ന്യൂസ്. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ഇനിയുള്ള ചോദ്യ പേപ്പറുകളിൽ ഈ നാവിക്കിനെ കുറിച്ചും ISROയുടെ വിക്ഷേപണങ്ങളെക്കുറിച്ചും ISROയുടെ ചെയർമാനെക്കുറിച്ചും ഒക്കെയുള്ള ചോദ്യങ്ങൾ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഈ ടോപ്പിക്ക് നിങ്ങൾ തീർച്ചയായിട്ടും കാണാൻ ശ്രമിക്കുക, മനസ്സിലാക്കി വയ്ക്കുക. മറ്റൊരു ക്ലാസ്സുമായിട്ട് വരാം. താങ്ക് യു.